ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചടുക്കളയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സ്പെഷ്യലാണ്. സാധാരണ ഈ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ്. കാരണം ഇവിടെ എല്ലാവരും ഉണ്ട്. പിന്നെ മസാല ദോശയാണ്, പക്ഷേ മസാല ദോശയുടെ ഷേപ്പ് കംപ്ലീറ്റ്ലി മാറും. ഒരു മസാല ദോശയൊന്നും ഒരു കുട്ടി കഴിക്കാൻ പാടാണ്, ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ പാടാണ്. ഇപ്പം നിങ്ങൾക്കാണെങ്കിലും വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ പറ്റിയ കാര്യമാണ്, ടിഫിനിൽ കൊടുത്തയക്കാനും നല്ലതായിരിക്കും. ഇത് ബോൾ മസാല ദോശ എന്ന് പറയാം, അല്ലെങ്കിൽ മസാല ദോശ ബോൾസ് എന്ന് പറയാം. ഓക്കെ, ആ സ്റ്റൈലിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു മസാല ഉണ്ടാക്കാം, അതിന് മാറ്റമൊന്നുമില്ല. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാലക്കൂട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മസാല ദോശയുടെ അകത്തുള്ള കൂട്ടിന് കടുക് താളിച്ച്, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടാൽ നല്ലത്, കടലപ്പരിപ്പും കൂടി ഇട്ടാലും നല്ലതാണ്. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ 2 എണ്ണം, ഒരു മീഡിയം സൈസിൽ 2 എണ്ണം പുഴുങ്ങി സ്കിന്നൊക്കെ മാറ്റി ഉടച്ച് വെച്ചിരിക്കുന്നു. ഇതെല്ലാം ഞാൻ ഓൾറെഡി അരിഞ്ഞു കഴിഞ്ഞു. ഒരു 2 ഇടത്തരം സവാള, ഹാഫ് സ്ലൈസസ്, 2 പച്ചമുളക്, അധികം എരിവില്ലാത്തതാണ്, അധികം എരിവില്ലാത്ത പച്ചമുളക് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്. പിന്നെ ഇഞ്ചി ആൻഡ് മല്ലിയില കോംബോ. ഇഞ്ചി ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ. ഇത്രയും കാര്യങ്ങൾ സെറ്റ്. ഇനി നമുക്ക് തുടങ്ങാം. വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നല്ല ചൂടായി. ഇനി ഒരു 1/2 ടീസ്പൂൺ കടുക്, ഉഴുന്ന് 1 ടീസ്പൂൺ, കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയത്, വറ്റൽമുളകും കറിവേപ്പില. ഇനി നമുക്ക് പച്ചമുളക്. ഇതെല്ലാം പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്, ഫാസ്റ്റ്. ഇഞ്ചി 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. അപ്പോൾ ഉഴുന്ന പരിപ്പിൻ്റെ എല്ലാം കളറൊക്കെ മാറി തുടങ്ങി, ബ്രൗണായി. പച്ചമുളകിൻ്റെയൊക്കെ ഒരു മണം വന്നോട്ടെ. ഇഞ്ചി പച്ചമുളക് ഒന്നുകൂടി ഒന്ന് വാടിക്കോട്ടെ. സവാള ചേർക്കാം. അത് ഹാഫ് സ്ലൈസസ് ആണ്. ഒന്ന് വഴണ്ടവരട്ടെ. വാടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കുഴയുന്ന പോലെ ആയി വരും. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം, അപ്പോൾ പെട്ടെന്നാവും. വേപ്പ് നോക്കി വാടി തുടങ്ങി, കളറൊക്കെ മാറാൻ തുടങ്ങുന്നു. ഈ സ്റ്റേജിൽ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ നിറച്ച് ചേർക്കുന്നു. ഇത് പെട്ടെന്ന് തന്നെ മൂക്കും കയറി, നല്ല ചൂടായി കിടക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കുഴഞ്ഞു വരും. ഒരു 1/2 കപ്പ് വെള്ളം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് വേകും. അപ്പോൾ കുറച്ചുകൂടി ഒരു കുഴഞ്ഞ പാകമായിട്ട് വരും. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി, കുറച്ചൊക്കെ വെന്ത് കുഴയുന്നൊരു പാകമായിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഞാൻ 1/2 കപ്പ് ഒഴിച്ചു, പിന്നെ ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കുക, വേകാൻ ആവശ്യമുള്ള വെള്ളം 1/2 to 1 കപ്പ് വരെ ആകാം. ഇനി 1 ടീസ്പൂൺ കുമിച്ചെടുത്തിട്ടുണ്ട് കടലമാവാണ്. അതിൻ്റെ പച്ചച്ചുവ മാറാനാണ് ഞാൻ നേരത്തെ തന്നെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഉടച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കും. സാധാരണ നമുക്ക് ചിലപ്പോൾ ഇച്ചിരി കൂടെ ലൂസായിട്ട്, ഇപ്പോൾ പൂരിക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, പൊടിമാസ് പോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർത്ത് കുറച്ചുകൂടി ഒന്ന് ലൂസൻ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് മസാല ദോശയുടെ ഫില്ലിങ് ആയതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ലൂസായാൽ പിന്നെ നമുക്കിങ്ങനെ അത് ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ ഞാൻ ചെറിയ ഷേപ്സായിട്ട്, ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ സ്പൂണിലിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യും. അപ്പോൾ ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, ഉപ്പ് നോക്കണം. ഒരല്പം ഉപ്പും കൂടി വേണം, അത്രേ ഉള്ളൂ. കുറച്ചുപ്പ് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ചേർക്കണം. ഒരുപാട് എരിവുള്ള മുളകാണെങ്കിൽ 1 എണ്ണമൊക്കെ ചേർത്താൽ കഴിഞ്ഞു. ഇനി ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഫിനിഷ് ചെയ്യും. നോക്കുവാനേ, എന്നെ വിളിക്കാൻ വന്നതാണ്. ഫ്രണ്ട് ഇരിക്കുമായിരുന്നു, ഇപ്പോൾ ഒരു പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. മല്ലിയിലയൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്ത്. ഇനി വേറെ ഒന്നുമില്ല. പുടു, ഇതെന്താണ്? ഹോട്ട്. എന്താ ഇത്? ഹോട്ട്
ഞാനും കൂടെ വരണം എന്നാണ് അങ്ങോട്ട്. അയ്യോ ഉപ്പ് വരാൻ പറ്റില്ലമ്മ. പ്ലേറ്റിലേക്ക് മാറ്റുന്നു. അപ്പോൾ മസാല ഈസ് റെഡി. പിന്നെന്താ, ദോശയുടെ ബാറ്ററും റെഡി. ദോശയുടെ ബാറ്റർ നമ്മൾ ഒരു ഇഡ്ഡലിയുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. വളരെ ലൂസ് വേണ്ട. ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കുഴിപ്പന്നിയാരമൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെയാണ്. ബേസ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കും. ഗ്യാസിൽ വയ്ക്കാൻ പറ്റിയതാണ്. ഇതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് മാവ് ഒഴിക്കുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല വയ്ക്കുന്നു. വീണ്ടും കുറച്ച് മാവ്. അതാണ് പ്രോസസ്സ്. അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. നെയ്യോ എണ്ണയോ എന്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ടേസ്റ്റ് കൂട്ടണമെങ്കിൽ നെയ്യാണ് ബെറ്റർ. ഹെൽത്തിൻ്റെ ആസ്പെക്റ്റ് നോക്കിയാലും എണ്ണയെക്കാട്ടിലും എന്തായാലും നെയ്യ് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. അത്യാവശ്യം കട്ടിയുള്ള മാവ് കുറച്ചാദ്യം, ഒരുപാട് വേണ്ട. തീ ഒരല്പം കുറയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മസാലയിൽ നിന്നും കുറച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതൊരു ചെറിയ ബോളായിട്ട് ഉരുട്ടി വേണമെങ്കിലും വയ്ക്കാം, അല്ലാതെ ഇങ്ങനെയും ചെയ്യാം. നമ്മളിങ്ങനെ ഫില്ലിങ് ഇങ്ങനെ വെക്കുമ്പോൾ മോനെ ഡയന അതാ വരുന്നു. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതൊന്ന് അമർന്ന് വരും. അപ്പോൾ യെസ് കമ്മിങ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മോനെ ഡയന. ഇനി ഇതൊന്ന് അടച്ച് വെക്കണം. അടപ്പ് തുറക്കുമ്പോഴേ നോക്കേ ഒരു ഷേപ്പിലായി വരും. ഇനി ഇതിൻ്റെ മുകളിലും കൂടി ഇച്ചിരി നെയ്യിടാം. രണ്ട് സൈഡും വേകണം ആദ്യമേ, അതുകൊണ്ടാണ് ഒന്ന് അടച്ചിടണം എന്ന് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുള്ള് കുഴിയും നിറച്ചില്ല, ആകെ ഒരു 3, 4, 5, 6 എണ്ണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫുള്ള് ഇടും കംപ്ലീറ്റായിട്ട്. സെറ്റായി വരണു. രണ്ട് സൈഡും സെറ്റായാലാണ് കറക്റ്റായിട്ട് നമുക്കിനെ തിരിച്ചിടാൻ പറ്റുന്നത്. ഒരു സൈഡിൽ നമ്മളിങ്ങനെ തിരിച്ചിടണം. കൊടുവിൻ്റെ താഴെ വന്ന് നിൽക്കുവാണ്. എൻ്റെ ഉമ്മയൊക്കെ തരുന്നു. അയ്യോ പാവം ഉമ്മ. അപ്പോൾ മറു സൈഡും ഇതുപോലെ മൂത്ത് കിട്ടും. നമുക്ക് എത്ര മൂപ്പിക്കണം അതനുസരിച്ചിട്ടാണ്. ഇത് മോൾ ഭാഗം കൂടി നല്ല സെറ്റായി വരാനാണ് ക്ലോസ് ചെയ്ത് വയ്ക്കുന്നത്. ഇത് ആവി കൊണ്ട് സെറ്റാവും. നമ്മൾ ജസ്റ്റ് നെയ്യ് ഇങ്ങനെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. നെയ്യ് ഓർ ഓയിൽ. ഇനി പാകത്തിന് നോക്കുമ്പോൾ എടുക്കാം. ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് വേണമെങ്കിൽ മാവ് ഇങ്ങനെ ഒഴിച്ചു തുടങ്ങാം. പിന്നെ വീണ്ടും നമ്മൾ മാവ് ഒഴിക്കുന്നു, അത്രേ ഉള്ളൂ. ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ അത് കവേർഡായിക്കോളും. അപ്പോൾ മറ്റേ സൈഡൊന്ന് മൂക്കട്ടെ, അതുവരെ ഇതൊന്ന് അടച്ചിടാം. ഇനി അടക്കം ഒരു സൈഡ് മൂക്കാനുണ്ട്, അതും കൂടി മൂക്കുമ്പോൾ ഇതൊന്ന് പൊക്കിയിട്ട് അതെടുക്കാം. ഇതെന്നിട്ട് തിരിച്ചിടാം. ഇങ്ങനെ ചെയ്യാം. നമ്മുടെ ബോൾ മസാല ദോശ ഈസ് റെഡി. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. പുറമേ നല്ല അത്യാവശ്യം ഒരു ക്രിസ്പി സ്റ്റൈലിലിരിക്കും. നല്ല ഷേപ്പും ഉണ്ടാവും. കാണുന്നുണ്ടല്ലോ, സൂപ്പർബാണ്. ഇനി ബാക്കി ഇതിനെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം തിരിച്ചിടുന്നതിന് മുന്നേ.
ഇതിനെ ഒന്ന് തിരിച്ചിടാം. ഫൈനൽ പ്രോഡക്റ്റ് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. സെറ്റായി വരുമ്പോൾ 2 സൈഡും പാകത്തിന് മൂത്ത ഉള്ളൊക്കെ പാകത്തിന് വെന്തിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഈ സമയം ബാക്കി ഫില്ലിങ് സെയിം പ്രോസസ്സ്, ഒരു മാറ്റമില്ല. പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും എല്ലാം. പിന്നെ ബോൾ പോലെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. മസാല ബോൾസ് പോലെ എടുത്തിട്ട് ഡു ലൈക്ക് ദിസ്. അപ്പോൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഇത് കുറച്ചായി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം. ചൂടായിട്ട് തന്നെ കഴിക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി ഒന്ന് എടുത്തിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവർക്ക് പാടായിരിക്കും. പിന്നെ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം, പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. പിന്നെ സാമ്പാറോ ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയാകാം. ഇവിടെ സാമ്പാറുണ്ട്, അതുകൊണ്ട് ചമ്മന്തി വേണമെന്നില്ല. കുട്ടികളൊന്നും ചമ്മന്തി കഴിക്കില്ല. അപ്പോൾ സാമ്പാർ വിത്ത് മസാല ദോശ ഈസ് എ ഗുഡ് ഓപ്ഷൻ. സാമ്പാർ മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ, നമ്മൾ പച്ചക്കറികളൊന്നും അധികം ഇടാത്ത സാമ്പാർ. ഓക്കെ, സെക്കൻഡ് ലോട്ട് ഇസ് ഗെറ്റിംഗ് റെഡി. ഇനി ഇപ്പുറത്തെ ഉള്ളത് കുറച്ച് നെയ്യും കൂടി ഡ്രസ്സിൽ ചെയ്തിട്ട് തിരിച്ച്. എളുപ്പമാണ്, 2 സ്പൂൺ വേണം, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഒഴിച്ച നെയ്യ് താഴോട്ട് പോകുമല്ലോ, അപ്പോൾ അതിങ്ങനെ അകത്തോട്ട് കിട്ടും മറു സൈഡിനും. കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുന്നു. ഞാൻ ടേസ്റ്റ് കൂട്ടാനുള്ള പ്ലാനിങ്ങിലാണ്. ഇനി അടുത്ത സെറ്റ് ഒഴിക്കാനായിട്ട് ഇവിടെ നെയ്യ്. ഇതാണ് പുതിയ മങ്കി മാസ്ക് കേട്ടോ. ഇങ്ങനെ തന്നെ വെക്കണോ? എൻ്റെ അമ്മേ, അമ്മേ, അയ്യോ കണ്ണാടി വെക്കാം. ഹായ് മങ്കി മാസ്ക് എങ്ങനെയുണ്ട് മോനെ? എങ്ങനെ മങ്കിയുടെ സൗണ്ട്? എങ്ങനെ മങ്കി? കൊടു കണ്ണാടി. അയ്യോ അമ്മ കണ്ണാടി. നോക്കൂ മോനെ, ഇത് നോക്കൂ. അമ്മാമ്മ എന്താ ചെയ്യണേ നോക്കൂ. ഹായ് വാട്ട് ഈസ് അമ്മാമ്മ ഡൂയിങ്? അമ്മാമ്മ തരാം കേട്ടോ. കൊടുവിന് ഇഷ്ടമാണോ? ബോൾ മസാല ദോശ. യെസ്, സീ അമ്മാമ്മ വാട്ട് അമ്മാമ്മ ഈസ് ഡൂയിങ് നോക്കൂ. മോള് വലുതാവുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കാം ദോശ. കഴിക്കാൻ തരാം ബാബ തരാം കേട്ടോ. തരാം. ദിസ് ഇസ് ഹോട്ട് അല്ലാത്ത തരാം. ഞാനിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൂടെ കൊണ്ട് കുക്ക് ചെയ്യാൻ പഠിക്കുവാണ്. യെസ് യാ നോക്കട്ടെ. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഓക്കെ, വി ആർ ഗോയിങ് ടു ക്ലോസ് ദിസ്. തണുത്ത ദോശ. കുറച്ച് തണുത്തിട്ടുണ്ട്. മോനെങ്ങനെ കഴിക്കുന്നത്? കഴിച്ചോളൂ. ഹോട്ട്? നോ നോട്ട് ദാറ്റ് ഹോട്ട്. Is it hot? No. കൊള്ളാമോ? Good?
liked it? അയ്യോടാ ചക്കരെ ഇത് കൊണ്ട് എടുത്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അവിടെ എല്ലാവരും ഉണ്ട്, പക്ഷെ പുഴു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അല്ല മുന്നേ. അപ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ ഒഴിക്കുന്നു, ഒരു സൈഡിലിങ്ങനെ ഫ്രൈഡ് ആയിട്ട് എടുക്കുന്നു. തീ ഓഫ് ചെയ്തു. ഓക്കേ, ഇതേ നമ്മുടെ ബോൾ മസാല ദോശ ഈസ് റെഡി. ഓക്കെ, അടിപൊളിയായില്ലേ? ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ക്രോസ് സെക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇനി ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. യെസ്, അകത്തേക്ക് നോക്കൂ, നിറച്ച് മസാല ഫില്ലിംഗ് ഉണ്ട്. അടിപൊളിയല്ലേ? നെയ്യ്, നല്ല നെയ്യും, നെയ്യ് കോട്ടഡ്, വെരി നൈസ്. ഓഹോ, യമ്മി യമ്മി. ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് പോയി. വെരി നൈസ്. ഞാൻ പറഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ സൈഡായിട്ടൊന്നും വേണ്ട, നമ്മളാണ് ചെയ്യുന്നത്. നമുക്ക് കഴിക്കാൻ സാമ്പാർ ചട്നിയൊക്കെ വേണം തോന്നിയാൽ ആവാം. പക്ഷേ അകത്ത് ഫില്ലിങ് കുറച്ചുകൂടെ സ്പൈസി ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചട്നിയും കൂടെ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കാം, അങ്ങനെയാവാം. തേങ്ങാ ചട്നിയോ ടൊമാറ്റോ ചട്നിയോ ഏതാണെങ്കിലും ഓക്കെയാണ്. എത്ര എണ്ണം കഴിക്കുമെന്ന് അറിയുമോ? കഴിച്ചുകൊണ്ടേയിരിക്കും. ഒരു മസാല ദോശ ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടിലും ഈസിയാണ്, ഒരു കുറച്ചുകൂടെ ടേസ്റ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു. വെരി നൈസ്, അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ഇവിടുത്തെ പിള്ളേർക്കെല്ലാം വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് സാധാരണ ദോശ വിത്ത് മസാലയിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെറുതെ ദോശയായിട്ടും കുഴപ്പമില്ല. പക്ഷേ കുട്ടികൾക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ അവർ കഴിക്കുകയും ചെയ്യും. നമുക്കിത് നല്ല രസമല്ലേ, ക്യൂട്ടായിരിക്കും, അവർക്ക് ഇഷ്ടമാവും. പിന്നെ നിങ്ങൾക്കെല്ലാം വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് സ്കൂളിൽ ടിഫിനിൽ വെച്ച് കൊടുത്തയച്ചാലും ഗംഭീരമായിരിക്കും. തണുത്താലും ഒന്നും സ്പോയിലാവില്ല, നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതൊക്കെയാണ് പരിപാടി. പിന്നെ ഉച്ചയ്ക്കൊരു ചെറിയ ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു ലേഡീസ് ഡേ ഔട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ, അനുക്കുട്ടി, പിന്നെ ആദ്യത്തിൻ്റെ വൈഫുണ്ട് ശ്രീകുട്ടി, പിന്നെ പാർവതി. പിന്നെ അങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ കുറച്ച് ഷൈയാണ്. ഞങ്ങൾ 4 പേരും കൂടിയാണ് പിള്ളേരെ എല്ലാം വീട്ടിലാക്കിയിട്ട് അവരുടെ എല്ലാം അച്ഛന്മാർ നോക്കും. വിഷ്ണു എല്ലാം ഉണ്ട്. പിന്നെ ആദ്യത്തെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ചേട്ടൻ ചിലപ്പോൾ കാണുമായിരിക്കും. അശ്വിന് വീട്ടിലുണ്ടാവും. അപ്പോൾ കുട്ടികളെ ആരെയും കൊണ്ടുപോകണില്ല. നമ്മൾ പുഞ്ചക്കരി ഭാഗത്തേക്ക് കടന്നു പോകുന്നത് ഒരു ലേഡീസ് ഡേ ഔട്ട്. അപ്പോൾ ആ വിശേഷങ്ങളും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ഭയങ്കര വെയിൽ പുറത്ത്. ഞങ്ങളെല്ലാവരും, ഞങ്ങൾ മീൻസ് ഞാൻ, പാർവതി, അനുക്കുട്ടി, പിന്നെ ശ്രീകുട്ടി. ശ്രീകുട്ടി ആദ്യത്തെ വൈഫ്. ഗേൾസ് ലേഡീസ് ഓ ഇവര് ഗേൾസ്. ഓക്കെ ഓക്കെ ഓക്കെ. പാർവതി ഇതിൽ കാണില്ല. ഞങ്ങൾ 3 പേരെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, നമ്മളെല്ലാവരും കൂടെ പുഞ്ചക്കിരി കള്ള് ഷോപ്പ്, അവിടെ കള്ള് ഷോപ്പ് മീൻസ് അവിടെ ഫുഡ് കഴിക്കാൻ പോകണം എല്ലാവരും കൂടി. പ്രത്യേകിച്ച് പാർവതിക്ക് സീ ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പുഞ്ചക്കിരി ഷോപ്പിലേക്ക് പോകുന്നു. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? 100 പേർക്ക് ഇരിക്കാമോ? അടിപൊളി കേട്ടോ, നല്ല ആംബിയൻസ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഹട്സിനെല്ലാം കാണാം. ഇത് വെള്ളത്തിന്റെ മേളിലാണ് കേട്ടോ. ഇതിന്റെ ആംബിയൻസ് ഉണ്ടല്ലോ, അടിപൊളി ആംബിയൻസ് ആണ്. അറ്റ് എ ടൈം 100 പീപ്പിളിന് ഇരിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് രാത്രി 9, മോർണിംഗ് 9 to 9 എന്നാണ് പറഞ്ഞത്, രാത്രി 9 വരെ. ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ തവളയുടെ ശബ്ദം കേൾക്കാം, മറ്റേ മാക്രീസ് വിളിക്കുന്നത്, പിന്നെ നീർക്കോലി ചാടുന്ന ശബ്ദം, അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്.
ഇതിനകത്ത് ഇൻവിസിബിൾ ആയിട്ട് ഒരാളുള്ള പാർവതി. അയ്യോ ഇൻവിസിബിൾ പാർവതിയെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇൻവിസിബിൾ ആയിട്ടിരിക്കുന്നു. നമ്മൾ ഫിഷ് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പോവാണ്. കിച്ചൺ പോർഷൻ ആ ഒരു ഭാഗത്തെ ഭയങ്കര തിരക്ക് കേട്ടാ, ഭയങ്കര ഫിഷ് മസാല പുരട്ടി വെച്ചിരിക്കുകയാണല്ലേ എല്ലാം. ഓ പറയുന്ന ഉടനെ എടുത്ത് ഫ്രൈ ചെയ്യും. ഹലോ ഏതൊക്കെ മീനല്ലേ ഇപ്പൊ? കരിമീൻ, വെളാപ്പര, ചില്ലി ഹമൂർ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ. ആവൂലി. ഇതേതാ വലുത്? വരാലോ. കട്ട്ല, വെളമീൻ, പുന്നാരമീൻ, ബീഫ് ഫ്രൈ അല്ലേ? ഓക്കെ. ഇതെന്തായിരുന്നു? പോത്ത്, താറാവ്, ഡക്ക് എല്ലാം ഉണ്ട്. ചെമ്പല്ലി എങ്ങനെയാണെങ്കിലും ഏറ്റവും നല്ലതായിട്ട് ചൂണ്ടയ്ക്ക് വന്നാണ് അല്ലേ? അടിപൊളിയാണ്. കൊടുക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? ഇതിപ്പോ വറുത്തതല്ലേ? ഇതെന്തിൻ്റെ തല? നെമ്മീൻ്റെ. ഓ കൊഞ്ച് ഫ്രൈ, ഞണ്ട്. ഓ ഇത് വേറെ തല. ഇത് പുതിയ സെറ്റ് റെഡിയാക്കി നെമ്മീൻ്റെ. അപ്പോൾ തലക്കറി എടുക്കാം. ഓക്കെ. പാർവതിക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്തായിരുന്നു? പോർക്ക്. ഓക്കെ അത് വേണ്ട. കൊഞ്ച് ഫ്രൈ വേണം. ഓക്കെ ഇത് വേണം. ഇതെന്തായിരുന്നു? ചെമ്പല്ലി. ഓ നമ്മുടെ ഫ്രൈ ചെയ്യാൻ പോണ ചെമ്പല്ലിയാണ്. ഇത് കൂന്തൽ റോസ്റ്റ് അല്ലേ? റോസ്റ്റ് പെരട്ടെന്നാ പറയാ അല്ലേ? ഇത് കക്ക. ഇത് വേണം. ഇത് രണ്ടും വേണം കേട്ടോ. പാർവതിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓപ്പണർ ഇസ് ബ്യൂട്ടിഫുൾ. നമ്മളൊരു പ്രൈവസി ഇവിടെ കിട്ടാം. എല്ലാം ഓർഡർ ചെയ്തോ പകുതി എല്ലാം അവിടെ കണ്ടതെല്ലാം എല്ലാം കഴിക്കാൻ ഫുൾ. ഞാൻ പാർവതിനെ വിശ്വസിച്ച എല്ലാം പറഞ്ഞിട്ടുണ്ട്. കപ്പ, അപ്പം, ചോറ് പിന്നെ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ക്വാണ്ടിറ്റി നമ്മൾ അതാ ഒഴിക്കാൻ മീനിന്റെ ചാറ്. പിന്നെ വേറെന്താ? ചോറിന് വല്ല കറിയുണ്ടോ? പ്ലെയിൻ റൈസ് അല്ല. ഇതിനൊക്കെ ഞണ്ട് പറഞ്ഞു. പ്രോൺസ് ഉണ്ടോ? മീൻമുട്ടയുണ്ട്. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മീൻമുട്ട കുറച്ചേ ഉള്ളൂ, പക്ഷെ ഉള്ളത് തരാന്ന് പറഞ്ഞു. മീൻമുട്ട അയ്യോ എല്ലാവരുടെ ഫേവറേറ്റ് മീൻമുട്ട. കണവ. ദിസ് ഇസ് കണവ റോസ്റ്റ്. നോക്കിയേ ഞണ്ട് റോസ്റ്റ്. എൻ്റെ അമ്മോ. ഇത് കക്കത്തോരൻ. ഇത് മീൻമുട്ട. അയ്യോ ഭയങ്കര ടേസ്റ്റ്. ഇത് ഫിഷിൻ്റെ ഗ്രേവിയാണ്. ഇത് നല്ല ചൂടപ്പം, നല്ല വെന്ത കപ്പ. അയ്യോ രക്ഷയില്ല. ഇനി വരാനുണ്ട്. ഫ്രൈ ഒക്കെ വരുന്നു. അമ്മായി ഹാപ്പി, സൂപ്പർ ഹാപ്പി. ഞങ്ങൾ എല്ലാവരും സൂപ്പർ ഹാപ്പി. ഇവിടെ നിങ്ങൾ വരണം കേട്ടോ. ഇവിടെ നല്ല മധുരക്കള്ള് കിട്ടും, നല്ല ഫ്രഷ് കള്ള് കിട്ടും. ഓ പറയാം. താങ്ക് യു. മീൻമുട്ട നമ്മളിന്ന് സീ ഫുഡ് ഫെസ്റ്റിവലാണ്. അതിനും സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ശ്രീകുട്ടി കൂടെ എടുക്കുന്നുണ്ട്. ശ്രീകുട്ടിയാണ് ഇന്നത്തെ ക്യാമറ വിമൻ. ഇന്ന് വിമൻ എംപവർമെന്റ് ആണ്. ക്യാമറ വിമൻ ആയിട്ട് ഇത് അങ്ങനെ ടേസ്റ്റാണ്. ശ്രീകുട്ടിക്ക് കൂടെ വെക്കട്ടെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? കണവ റോസ്റ്റ്. ഇങ്ങോട്ട് പാസ്. ഇവരുടെ പാർവതിയുടെ അനുവിൻ്റെ ഒക്കെ ഫേവറേറ്റ് ആണ്. ശ്രീകുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ്. ശ്രീകുട്ടി ബാംഗ്ലൂരാണല്ലോ. അതെ. ഇങ്ങനെ നാടൻ കിട്ടാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങോട്ട് വരണം. നാടൻ എന്തൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. യെസ് കഴിച്ചു തുടങ്ങി. കണവ നോക്കട്ടെ. കക്ക കണവ കുറച്ച് സ്പൈസി ആയിരിക്കും, ബട്ട് വെരി ടേസ്റ്റ്. നല്ല ഫ്രഷാണ് എല്ലാ കാര്യങ്ങളും. സീ ഫുഡ് അടുത്ത മീൻ വരുന്നത്. എൻ്റെ അമ്മേ. ചെമ്പല്ലി ഫ്രൈ. പാർവതി സന്തോഷം.
അനുകുട്ടി ഹാപ്പി കരിമീൻ പൊള്ളിച്ചത്. അയ്യോ എൻ്റെ ദൈവം എത്ര ഫുഡ്. ഓ ഇറ്റ്സ് ടു ഹോട്ട്. വാഴയിലൊക്കെ പൊള്ളി റെഡിയായി. കരിമീൻ പൊള്ളിച്ചത്. ചേച്ചിയുടെ മീൻ. ചേച്ചിക്ക് വേണ്ടിയാണ് സ്പെഷ്യലായിട്ട് കരിമീൻ പൊള്ളിച്ചത്. ഇത് സിലോപ്പി അല്ല, കരിമീൻ തന്നെയാണ്. അത് അനുവിൻ്റെ അവസ്ഥ ഹാപ്പി ഡാൻസ്. ശ്രീകുട്ടിയുടെ ഹാപ്പി ഡാൻസ്. വാവ്, ഷീ ഈസ് സോ ഹാപ്പി. ഇതൊന്നും ബാംഗ്ലൂരിൽ കിട്ടുന്ന സാധനങ്ങളല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു എക്സ്പീരിയൻസ്. ഇതെങ്ങനെയുണ്ട്? ലേഡീസ് ഡേ ഔട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരു ഫുൾ എംപവർമെന്റ് ഡേ ആണ്. നമ്മളെല്ലാവരും അമ്മയും 3 മക്കളും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഒന്ന് മോളൊന്ന്, 2 അല്ലാതെ 2 മോനും എല്ലാം മക്കൾ തന്നെയാണ്. ഓക്കെ, ചേട്ടൻ്റെ മരുമകൾ, എൻ്റെ മരുമകൾ, എൻ്റെ മകൾ. അപ്പോൾ ശരി, എല്ലാവരും എനിക്ക് മക്കൾ തന്നെയാണ്. എല്ലാവരുടെയും സന്തോഷം കണ്ട് ആസ്വദിക്കുന്നു. ആൻഡ് ഐ എം ഓൾസോ വെരി ഹാപ്പി. നൈസ് ഡേ ഔട്ട്. പാർവതിയെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള വിഷമം. പാർവതിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഭയങ്കര പേടിയാണ്. ക്യാമറ പേടി എന്ന് പറയുന്ന ഒരാളാണ്. ഓവർകം ചെയ്യും. ഒരു ദിവസം, ഒരു നാൾ ആ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പാർവതിയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വരാൻ അങ്ങനെ ബുദ്ധിമുട്ടാണ്. അതാണ് നമുക്ക് ഓരോരുത്തരുടെയും ഇൻഹിബിഷൻസ് മനസ്സിലാക്കണം അല്ലേ. എന്താണ് ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആണ്. നമ്മളെ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് കാര്യമാണ് പല കാര്യങ്ങളും. അതെ, ഭാരതിയെ മീറ്റ് ചെയ്താൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഭാരതി പാവമാണ്, സിമ്പിൾ ഗേളാണ്. വേറെ ഒരു അഹങ്കാരമോ ജാട കൊണ്ടൊന്നും അല്ല വരാത്തത്. ഭാരതിയൊക്കെ പാർവതിയുടേതായ അല്ലെ ചിലർക്ക് അങ്ങനെയാണ്. അല്ല, പാർവതിക്ക് പാർവതിയുടേതായ ചില റീസൺസ് ഉണ്ട്. ഭയങ്കര മടിയാണ്, അതാണ് ഭയങ്കര പേടിയാണ്. പാർവതിയുടെ ഫേസ് ഒക്കെ റിവീൽ ചെയ്ത് കഴിഞ്ഞു, അതൊന്നും അല്ല, അത് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര കോൺഷ്യസ് ആണ്, അതാണ് ക്യാമറ കോൺഷ്യസ്. എന്റെ അനുകുട്ടി റെഡി. മതി, ധാരാളം മതി. ചേച്ചിക്കും കൂടെ വേണ്ടി അനിയത്തി എത്തിയിരിക്കുന്നത്. നല്ല ആംബിയൻസ്. ഓക്കെ, ലൈറ്റ്. ഓ, ഇവർ രണ്ടാളും ഡാൻസ്. തിത്തിത്തൈ. ഇത് കുറെയൊക്കെ നമ്മൾ അതെ കുറെ എല്ലാം പാർസലിലേക്ക് പോകണു. ഇപ്പൊ കഴിക്കാൻ ആരോഗ്യമില്ല. പാർവതിക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഡാൻസ് തുടങ്ങിയിരിക്കും. നടക്കട്ടെ. പാർവതിക്ക് ഇത് കഴിക്കാൻ പറ്റുന്നില്ല, കഴിച്ചു തീർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് പാർസൽ അത് കഴിക്കാൻ പറ്റും, അനു കഴിക്കും. കൊഞ്ച് ഫ്രൈ അത് പറ്റാത്ത സാധനങ്ങൾ, അതായത് പൊള്ളിച്ചത് പാക്ക് ചെയ്യുന്നു, ഒരു മീൻതല പാക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ലഞ്ച് ഔട്ട്, ലേഡീസ് ലഞ്ച് ഔട്ട് ഈസ് ഓൾമോസ്റ്റ് ഓവർ. കുറെ പാർസൽ ചെയ്യാനൊക്കെ പറഞ്ഞു. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. പാർവതിക്കും അനുകുട്ടിക്കും ശ്രീകുട്ടിക്കും ഇഷ്ടം പോലെ സീ ഫുഡ് കഴിക്കാൻ പറ്റി. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി. ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, നല്ലൊരു ദിവസമായിരുന്നു. ബ്യൂട്ടിഫുൾ ഡേ. എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് ദി ഡേ? അടിപൊളി, ഇഷ്ടമായി. പാർവതിയുടെ ശബ്ദം കേൾക്കാം. പാർവതി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഓക്കെ, വുമൻസ് ഡേ ഔട്ട്. ഓക്കെ, ബായ്. എല്ലാവർക്കും ഒരു ബൈ കൊടുത്തോളൂ. ബൈ. പാർവതിയുടെ കൈ വരട്ടെ, മുഖം വരട്ടെ. മുഖം അടുത്ത പ്രാവശ്യം പതുക്കെ കാണിക്കാം.